ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ വിനീതിന് വേണ്ടിയിട്ട് നിവിൻ ലവ് ലെറ്റർ എഴുതുവാണ് കേട്ടോ. അവസാനം എഴുതി തീർത്ത് കഴിഞ്ഞിട്ട് വിനീതും നിവിനും കൂടിയിട്ട് ഗംഗയെ കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് എത്തുവാണ്. അവിടെ എത്തുമ്പോഴാണെങ്കിൽ ആരും കാണാതെ അവർ പാത്തും പതുങ്ങിയാണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഗംഗയും നിലയും കൂടിയിട്ട് പുറത്തു നിന്ന് തുണിയൊക്കെ അയയിൽ വിരിക്കുന്നുണ്ടാവും കേട്ടോ. അത് കണ്ടിട്ട് നിവിനാണെങ്കിൽ ലവ് ലെറ്റർ പുറത്തെടുക്കും കേട്ടോ. ഈ സമയത്ത് പേടി തോന്നിട്ട് വിനീതാണെങ്കിൽ നിവിനോട് പറയാതെ അവിടെ നിന്ന് സ്കൂട്ടാവാണ്. എന്നാൽ നിവിനാണെങ്കിൽ ലവ് ലെറ്റർ എടുത്ത് വെച്ചിട്ട് ഇതാ പറ്റിയ സമയം, നീ കൊണ്ടു ചെന്ന് കൊടുക്കുമെന്ന് പറയണം കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ടും റിയാക്ഷൻ ഒന്നും ഇല്ലാത്ത കാരണം നിവിൻ തിരിഞ്ഞു നോക്കുമ്പോൾ വിനീത് അവിടെ ഉണ്ടാവില്ല. അങ്ങനെ നിവിനും വിനീതിൻ്റെ പുറകെ ഓടുവാണ്. ഈ സമയത്താണെങ്കിൽ ഗംഗ തുണിയിൽ വയ്ക്കാനായിട്ട് ക്ലിപ്പ് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ. എന്നാൽ എവിടെ വന്നിട്ട് നിവിനാണെങ്കിൽ വിനീതിനോട് ചോദിക്കടാ, നീ എന്ത് പണിയാടാ ചെയ്തത്, എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ വിനീത് പറയണം, എടാ മോനേടാ, എനിക്ക് വേണ്ടിയിട്ട് നീ ഇത്രയും ചെയ്തില്ലടാ, ഇനി ഈ ലെറ്റർ കൂടി നീ തന്നെ കൊടുത്തേക്കടാ, എന്നെ കൊണ്ട് പറ്റില്ലടാ, അതുകൊണ്ടാണ്. അപ്പോൾ നിവിൻ പറയണം, അതെങ്ങനെ ശരിയാവും, നീ കൊടുക്കേണ്ട ലെറ്റർ ഞാൻ എങ്ങനെയാടാ കൊടുക്കുന്നതെന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ വിനീതാണെങ്കിൽ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിവിനാണെങ്കിൽ പക്ഷേ ഇതെങ്ങനെ കൊടുക്കുമെന്ന് ആലോചിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ അവിടേക്ക് നിലയുടെ ഒരു കൂട്ടുകാർ വരുന്നുണ്ട്. അങ്ങനെ നിവിനാണെങ്കിൽ ആ കൊച്ചിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചേട്ടന്മാർക്കൊരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ കുട്ടി പറയണ അങ്ങനെ വെറുതെ ഒന്നും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ നിവിനാണെങ്കിൽ ആ കൊച്ചിനെ സോപ്പിടാനായിട്ട് ചോക്ലേറ്റൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ കയ്യിൽ ലെറ്റർ കൊടുത്തേക്കാണ്. അങ്ങനെ ആ കൊച്ചും ആ ലെറ്റർ വാങ്ങിയിട്ട് നിലയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ കൊച്ചിൻ്റെ പിന്നാലെ തന്നെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ആ കൊച്ചാണെങ്കിൽ നിലയുടെ അടുത്ത് ചെന്നിട്ട് നില ചേച്ചി ഈ ലെറ്റർ ചേച്ചിക്ക് തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിലയുടെ കയ്യിൽ കൊടുക്കുകയാണ്. നിലയാണെങ്കിൽ അത് വാങ്ങി വായിച്ച് നോക്കാറാകുമ്പോഴത്തേക്കും ഗംഗ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഗംഗയാണെങ്കിൽ ലിൻറ്റു മോളെ കണ്ടിട്ട് ആ മോളെ കണ്ടിട്ട് കുറേ നാളായാലോ, എന്താ ഇപ്പോൾ വന്നേന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കൊച്ച് പറയണത് ഞാനിപ്പോൾ വന്നേ ഉള്ളൂ, ഈ ലെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഗംഗ ആ ലെറ്റർ ശ്രദ്ധിച്ചിട്ട് ഇതെന്താണെന്ന് ചോദിച്ചിട്ട് നിലയുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് കേട്ടോ. അങ്ങനെ വാങ്ങി വായിക്കുമ്പോഴായിരിക്കും അത് ലവ് ലെറ്ററാണെന്ന് മനസ്സിലാവുന്നത്. എന്നാൽ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിവിനും വിനീതും കൂടിയിട്ട് അപ്പുറത്ത് നിൽക്കുമായിരിക്കും കേട്ടോ. ഗംഗ ആ ലെറ്റർ വായിക്കുമ്പോൾ നിവിൻ പറയണ, എടാ നമ്മുടെ അമ്പയെ കൊള്ളേൻ്റെ അടുത്ത് തന്നെയാണ് കൊണ്ടേന്ന് പറയണം കേട്ടോ. അങ്ങനെ വിനീതാണെങ്കിൽ പേടിയും സന്തോഷം കൊണ്ട് നിവിൻ്റെ കയ്യിൽ നിന്ന് ആ പൂവ് വാങ്ങിയിട്ട് തൻ്റെ കയ്യിൽ വയ്ക്കുകയാണ്. എന്നാൽ ലെറ്റർ മുഴുവനും വായിച്ചു കഴിയുമ്പോൾ ഗംഗയുടെ മുഖം ആകെ മാറുകയാണ് കേട്ടോ. ഗംഗയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. ഇത് കാണുമ്പോൾ വിനീതിന് നല്ല പേടി തോന്നുകയാണ് കേട്ടോ. അങ്ങനെ വിനീതാണെങ്കിൽ കയ്യിലിരിക്കുന്ന പൂവെടുത്ത് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം വെക്കുകയാണ് കേട്ടോ. എന്നാൽ നിവിനാണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് അവിടെ തന്നെ പോസ്റ്റ് അടിച്ച പോലെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് കാവേരി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാവേരിയോട് ഗംഗ പറയുകയാണ്, ഇതേ കണ്ടില്ലേ നിലയ്ക്ക് ആരോ ലവ് ലെറ്റർ എഴുതിക്കുന്നു പറഞ്ഞിട്ട് കാവേരിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കാവേരി അത് വായിച്ചിട്ട് ചോദിക്കുന്നത്, എന്നാലും ഇവക്കാരും ലെറ്റർ എഴുതാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഗംഗ നിലയെ വിളിച്ചിട്ട് ചോദിക്കണം കേട്ടോ, എടി നീ പറയേ ഇതാരാ നിനക്ക് തന്നത്. അപ്പോൾ നില പറയണം, അയ്യോ ചേച്ചി എനിക്കൊന്നും അറിയത്തില്ല ചേച്ചി, ഇതിപ്പോൾ ലിൻറ്റുമോൾ കൊണ്ടുവന്ന് തന്നതാന്ന് പറയാം കേട്ടോ. അങ്ങനെ കാവേരിയാണെങ്കിൽ ലിൻറ്റുമോളോട് ചോദിക്കുകയാണ്, ഈ ലെറ്റർ നിനക്ക് ആരാ തന്നേച്ചെന്ന്. അങ്ങനെ അപ്പോൾ ആ കൊച്ചു പറയാണ്, ദേ ആ ഗേറ്റിൻ്റെ അപ്പുറത്തെ 2 മാമന്മാർ നിൽപ്പുണ്ട്, അവരാ തന്നേച്ചെന്ന് പറയണം കേട്ടോ. അങ്ങനെ ആ കൊച്ചു കൈ നീട്ടുമ്പോഴത്തേക്ക് നിവിനാണെങ്കിൽ എടാ അളിയ പണി പാളിയടാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വിനീതൻ അവിടെ കാണത്തില്ല കേട്ടോ. അവൻ നോക്കുമ്പോൾ വിനീതാണെങ്കിൽ ബൈക്കിൽ നിന്ന് ഹെൽമെറ്റും എടുത്ത് വെച്ച് ബൈക്കും എടുത്ത് അവിടെ നിന്ന് സ്കൂട്ടാവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നിവിനാണെങ്കിൽ ആ പേടിച്ചിട്ട് അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം വയ്ക്കണം. അങ്ങനെ കാവേരി നോക്കുമ്പോൾ നിവിനെ കാണും കേട്ടോ. അങ്ങനെ കാവേരി അപ്പോഴത്തേക്കും നിവിനാണെങ്കിൽ വിനീതിൻ്റെ പുറകെ കയറിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയിരിക്കും. അപ്പോൾ കാവേരി പറയണം, അങ്ങനെ രക്ഷപ്പെട്ട് ഓടിയല്ലേ, വെറുതെ വിട്ടെന്ന് കരുതണ്ട, കാണിച്ചു തരാമെന്ന് പറയണം. ഇത് കഴിഞ്ഞിട്ട് വിനീതാണെങ്കിൽ നിവിനെ ഫോൺ ചെയ്യണം കേട്ടോ. അങ്ങനെ നിവിൻ ചോദിക്കണം, എന്താടാ എന്തിനാണ് നീ ഇപ്പം എന്നെ വിളിച്ചത്. അപ്പോൾ വിനീത് പറയണം, എടാ അമ്മാവൻ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ വിനീത് പറയണം, ചിലപ്പോൾ കല്യാണക്കാര്യം സംസാരിക്കാനായിരിക്കും. അപ്പോൾ നിവിൻ പറയണം, എന്നാൽ പിന്നെ നീ അത് അവിടെ ചെന്നിട്ട് സംസാരിക്കണമെന്ന് പറയാം. അപ്പോൾ വിനീത് പറയണം, എടാ നീയും കൂടെ എന്ന് വാടാ. അപ്പോൾ നിവിൻ ചോദിക്കുന്നത്, എടാ ഞാൻ എന്തിനാടാ നിൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വിനീത് പറയണം, എനിക്ക് ഈ കാര്യത്തിൽ എന്ത് സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല, നീ കൂടി ഉണ്ടെങ്കിലേ ഒരു ധൈര്യമായിരുന്നു. അത് കേൾക്കുമ്പോഴത്തേക്ക് നിവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിവിനാണെങ്കിൽ വെച്ചിട്ട് പോടാന്ന് പറഞ്ഞ് കാള് കട്ട് ചെയ്തിട്ട് പോവുകയാണേ. അപ്പോഴേക്ക് കാവേരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എടോ തനിക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോ, നീള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെന്ന് തനിക്ക് അറിയില്ലേ, അവൾക്ക് എന്തിനാടോ താൻ ലവ് ലെറ്റർ എഴുതിയെന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേട്ടിട്ട് നിവിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കണം. അങ്ങനെ നിവിൻ പറയണം, ഇത് ഞാൻ നിലയ്ക്കല്ലേ എഴുതിയെന്ന് പറയണം കേട്ടോ, നിലയുടെ ചേച്ചിക്കാണ് എഴുതിയെന്ന് പറയണം. അപ്പോൾ കാവേരി ചോദിക്കണം, ആർക്ക്, ഗംഗേച്ചിക്കോ. എടോ ഗംഗേച്ചിക്ക് കല്യാണം ഉറപ്പിച്ച പോലെയാണ്, എന്നിട്ട് താൻ എന്തിനാടോ ചേച്ചിക്ക് വേണ്ടിയിട്ട് ലെറ്റർ എഴുതുന്നത്, തനിക്ക് അത്രയ്ക്ക് മിടുക്കുണ്ടെങ്കിലേ താൻ വീട്ടിലൊന്ന് ആലോചിക്കുക വേണ്ടെന്ന് പറയണം കേട്ടോ.
അപ്പോൾ നിവിനാണെങ്കിലും പിന്നെ ആൾ മാറിയെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കാവേരി ചോദിക്കണം പിന്നെ ആൾ മാറിയെന്നു. അപ്പോൾ താനിത് എനിക്കാണോ എഴുതിയത്? താൻ ആൾ കൊള്ളാലോ, ഒരു പെൺകുട്ടിയെ 1-2 വട്ടം കണ്ട് അവളുമായിട്ടൊന്ന് വഴക്ക് കൂടിയെന്ന് വെച്ചിട്ട് തനിക്ക് പ്രണയം പൊട്ടി മുളയ്ക്കുമോ? അങ്ങനെ മുളയ്ക്കാൻ ഇതെന്താ സിനിമയോ സീരിയലോ ആണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതുമാത്രമല്ല നിളയ്ക്ക് വേണ്ടിയിട്ട് ലെറ്റർ എഴുതിയെന്ന് അറിഞ്ഞിട്ട് കാവേരി ആണെങ്കിൽ നിവിന് നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. തന്നെ ഇത്രയും നാൾ ഞാൻ ഓസോൺ പാളി എന്നാണ് വിളിച്ചിരുന്നത്, ഇനി അങ്ങോട്ട് പോസ്കോ എന്നായിരിക്കും തന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രാജേശ്വരി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ രാജേശ്വരി ചോദിക്കുകയാണ്, എന്താടി നീ എന്താ ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാവേരി പറയണം, ബഹളം വയ്ക്കേണ്ടി വന്നാൽ ഇവിടെ വന്ന് ബഹളം വയ്ക്കുമെന്ന് പറയണം കേട്ടോ. അപ്പോൾ രാജേശ്വരി ചോദിക്കുകയാണ്, അങ്ങനെ ബഹളം വയ്ക്കാൻ മാത്രമായിട്ട് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാവേരി പറയാണ്, നിങ്ങൾ പെൺകുട്ടികൾ അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുമല്ലോ, അതൊന്നും എന്താ ആൺകുട്ടികൾക്ക് ബാധകമല്ലേ? സ്വന്തം മകനെ നിങ്ങൾക്ക് നേരെ വളർത്താൻ കഴിവില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതൊക്കെ കേട്ടിട്ട് നിവിനാണെങ്കിൽ വല്ലാതെ ആവുന്നുണ്ട്. ഈ സമയത്ത് രാജേശ്വരി പറയാണ്, എൻ്റെ മകൻ തെറ്റ് ചെയ്യുമോ ഇല്ലയെന്ന് എനിക്കറിയാം, അത് നീ എന്നെ പഠിപ്പിക്കേണ്ടെന്ന് പറയണം കേട്ടോ. അത് എന്നിട്ട് കാവേരി ആണെങ്കിൽ രാജേശ്വരിയോട് നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിവിനോട് പറയാണ്, ഇനി തൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാലേ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയല്ല ചെയ്യുക, അങ്ങനെ കാവേരി നേരിട്ട് ഇങ്ങോട്ട് വന്ന് ഈ റിസോർട്ട് മുഴുവനും കത്തിച്ച് കളയത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രാജേശ്വരി തുറച്ച് നോക്കിയിട്ട് കാവേരി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് രാജേശ്വരി നിവിനും കൂടിയിട്ട് പല്ല് പുഴ പിഴിച്ചായുടെ അവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ്.